സമയം 8:30. അടുക്കളയിലാണെങ്കിൽ ആകെ ബഹളമയമായിരുന്നു. ദേവകിയും വീണയും കൂടി ചുവന്നുള്ളിയും സവാളയും എല്ലാം പൊളിക്കുകയാണ്. മീൻ കറി വയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സുമിത്ര. ആ കുടംപുളി കുതിർത്തുവെച്ച വെള്ളം ഇങ്ങോട്ടെടുത്തേടി ഉണ്ണിമോളെ. മുളകുപൊടി മൂപ്പിച്ചത് നന്നായി എണ്ണ തെളിഞ്ഞു വന്നല്ലോ അമ്മേ. അവൾ അമ്മയുടെ അടുത്തേക്ക് പുളിവെള്ളം നീട്ടിവെച്ചു കൊടുത്തു. എങ്ങനെയാണ് അമ്മേ ഈ മീൻകറി വയ്ക്കുന്നത്? ഇതെന്ത് മീനാണ്? ലക്ഷ്മി അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഇത് വറ്റ എന്ന് പറയുന്ന ഒരിനം മീനാണ് മോളെ. ആദ്യം നമ്മൾ മീൻ കഷ്ണം കഴുകി വാരി വെള്ളമെല്ലാം പോകാനായി ഇങ്ങനെ ഇട്ട് വെക്കണം. എന്നിട്ട് ആവശ്യത്തിന് പിരിയൻ മുളകുപൊടിയും കുറച്ചു മഞ്ഞൾപ്പൊടിയും കൂടി ചെറു ചൂടുവെള്ളത്തിൽ കുഴച്ചു വെക്കണം. എന്നിട്ട് ദേ മൺചട്ടി എടുത്ത് ചൂടാക്കാൻ അടുപ്പത്ത് വെക്കണം. ഈ നാടൻ വെളിച്ചെണ്ണ മൺചട്ടിയിലേക്ക് ഒഴിക്കണം. അത് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഉലുവയും കടുകും കൂടി ഇടണം. അതെല്ലാം പൊട്ടിക്കഴിയുമ്പോൾ ചുവന്നുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ഇട്ട് നന്നായി വഴറ്റണം. അതെല്ലാം കൂടി വഴന്നു കഴിയുമ്പോൾ കുതിർത്ത് വെച്ചിരിക്കുന്ന പിരിയൻ മുളക് പൊടി അതിലേക്കിടണം. അതൊന്ന് നന്നായി വഴറ്റി കഴിഞ്ഞ് ഈ കുടംപുളി ഇട്ടുവെച്ച വെള്ളവും ആവശ്യത്തിന് ഉപ്പും കൂടി ഒഴിച്ച് നന്നായി തിളപ്പിക്കണം. തിളച്ച് കഴിയുമ്പോൾ ഈ മീൻ കഷ്ണങ്ങൾ പെറുക്കി അതിലേക്കിടണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം മീൻ കഷ്ണത്തിന് അടിയിൽ നിൽക്കണം. ഒരിക്കലും കൂടിപ്പോകരുത്. എന്നിട്ട് ഇത് അടച്ചു വെച്ച് വേവിക്കണം. നന്നായിട്ട് പറ്റി കഴിയുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കുറച്ച് ഉലുവപ്പൊടിയും കൂടി മീതെ ഇടണം. പിറ്റേ ദിവസം രാവിലെ ഈ മീൻകറി മൂടി വെച്ചിരിക്കുന്ന അടപ്പ് ഒന്ന് തുറക്കുമ്പോൾ എൻ്റെ ഏട്ടത്തി, അത് പറയുമ്പോൾ ഉണ്ണിമോളുടെ വായിൽ വെള്ളം നിറഞ്ഞു. അങ്ങനെ മീൻകറി റെഡിയായി. സുമിത്ര അടുപ്പത്ത് നിന്ന് വാങ്ങി വെച്ചുകൊണ്ട് പറഞ്ഞു. നാത്തൂനെ, ബീഫ് വെന്ത് കാണും ഇപ്പോൾ. അത് നാളെ കാലത്തെ ഉലത്തിയെടുക്കാമല്ലേ? മതി മതി. ഇനി ഇത്തിരി മാങ്ങ അച്ചാറും ഇടണം. പിന്നെ പുളിശ്ശേരിയും ഉണ്ടാക്കി വെക്കണം. സുമിത്ര എളിക്ക് കൈയും കൊടുത്ത് അവിടെ കിടന്ന ഒരു കസേരയിൽ ഇരുന്നു. വിജിക്കാണെങ്കിൽ ഈ മണമൊന്നും അടിക്കാൻ മേല. ഓക്കാനിക്കാൻ വരുന്നു എന്ന് പറഞ്ഞു ചായ്പിലേക്ക് പോയി. ദേവകി മാങ്ങ അരിഞ്ഞുകൊണ്ട് സുമിത്രയോട് പറഞ്ഞു. ആ, കടിഞ്ഞൂലല്ലേ? അതാ. ഇനി ഇവിടെയും താമസിക്കാതെ ഒരു കുഞ്ഞിക്കാല് ഓടി നടക്കും. അവർ ചിരിച്ചു. അവിടേക്ക് കയറി വന്ന വൈശാഖൻ അത് കേട്ടു. അവൻ്റെ കണ്ണ് അപ്പോൾ ലക്ഷ്മിയിലായിരുന്നു. അവളാണെങ്കിൽ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന മട്ടിലാണ്. ആരാ അമ്മയെ ഓടിയത്? ഒന്നും കേൾക്കാത്ത മട്ടിൽ അവൻ അമ്മയെ നോക്കി. ഓ, അതാ മാലതി ചേച്ചിയുടെ വീട്ടിലെ ചക്കിപ്പൂച്ചയെ ഏട്ടാ, ഉണ്ണിമോൾ പറഞ്ഞപ്പോൾ ലക്ഷ്മി അടക്കി ചിരിച്ചു. നല്ല ഏറ് കൊടുത്തോണം. മീൻകറിയുടെ മണമടിച്ചു വന്നതായിരിക്കും. വൈശാഖൻ ലക്ഷ്മിയെ ഒന്ന് പാളി നോക്കിയിട്ട് സ്വീകരണ മുറിയിലേക്ക് പോയി. ടിവിയിൽ ഓരോരോ ചാനലുകൾ മാറി കാണുകയാണ് വൈശാഖൻ. ഏതോ മ്യൂസിക് ഷോയാണ് ഇപ്പോൾ അവൻ കാണുന്നത്. ആ മുറിയിലെ ഷെൽഫൊക്കെ ആകെ അലങ്കോലമായിട്ടാണ് കിടക്കുന്നത്. ഉണ്ണിമോളും ലക്ഷ്മിയും കൂടെ അവിടെ ആകെ വൃത്തിയാക്കുകയാണ്. കുറേ മാഗസിനുകളും ന്യൂസ് പേപ്പറുകളും ഒക്കെ അവിടെ കിടപ്പുണ്ട്. അതെല്ലാം ലക്ഷ്മി എടുത്ത് അടുക്കി പറക്കി വെച്ചു. കൈ വയ്യാണ്ടായി ഇരിക്കുന്നത് കൊണ്ട് ഈ വക ജോലികളൊക്കെ മാത്രമേ അവൾക്ക് ചെയ്യാനാകൂ. ഒരു നീല നിറമുള്ള ചുരിദാറാണ് അവളുടെ വേഷം. അത് അവൾക്ക് നന്നായി ഇണങ്ങുന്നുണ്ടെന്ന് വൈശാഖന് തോന്നി. മ്യൂസിക് ഷോ ടിവിയിൽ തകൃതിയായി നടക്കുന്നുണ്ട് എങ്കിലും വൈശാഖന്റെ കണ്ണുകൾ ലക്ഷ്മിയിലാണ്. തൻ്റെ പെണ്ണാണ്, തൻ്റെ നല്ല പാതി, തൻ്റെ മക്കളെ പെറ്റു വളർത്തേണ്ടവൾ. പക്ഷേ ഇവൾക്ക് കുറച്ച് പ്രോബ്ലമുണ്ട്. എല്ലാം താൻ വിചാരിച്ചാൽ മാത്രമേ റെഡിയാക്കാൻ പറ്റൂ. ഇടയ്ക്ക് ഒരു തവണ അവളുടെ കണ്ണുകൾ അവനിൽ തറഞ്ഞു. താൻ ശ്രദ്ധിക്കുന്നു എന്നറിഞ്ഞതും പെട്ടെന്നവൾ ദൃഷ്ടി മാറ്റിയെന്ന് അവനു മനസ്സിലായി. വിവാഹം കഴിഞ്ഞിട്ട് 2 ആഴ്ച പോലും ആയില്ല. എന്നാലും തങ്ങൾക്കിടയിൽ ഒരു അകൽച്ച വന്നു കഴിഞ്ഞിരിക്കുന്നു. ഏട്ടാ, വാ ഊണ് കഴിക്കാം. അച്ഛാ, നാരായണമാമയും കൂട്ടി വായോ. ഉണ്ണിമോൾ ഓരോരുത്തരെയായിട്ട് ഊണ് കഴിക്കാൻ വിളിച്ചു. ശേഖരനും അളിയനും കൂടി നല്ല ചെത്തുകള്ളൊക്കെ അടിച്ച് സൊറ പറഞ്ഞിരിക്കുകയാണ്. അച്ഛനും അമ്മാവനും ഉടനെ വരുന്ന ലക്ഷണമൊന്നുമില്ല. നമുക്കെല്ലാവർക്കും കഴിക്കാം. സുമിത്ര പറഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് ഊണ് കഴിച്ച് എഴുന്നേറ്റു. വൈശാഖൻ മുറിയിലെത്തിയപ്പോൾ ലക്ഷ്മി തൻ്റെ പുസ്തകങ്ങളൊക്കെ അടുക്കി വെക്കുകയാണ്. തൻ്റെ ഫോൺ റിങ് ചെയ്തപ്പോൾ അവൾ അതെടുത്തു നോക്കി. ഹലോ ദീപേച്ചി, എന്നാ ഉണ്ട് വിശേഷം? അവൾ ഫോൺ കാതിലേക്ക് വെച്ചുകൊണ്ട് ചോദിച്ചു. കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം അവൾ ഫോൺ വൈശാഖൻ്റെ നേരെ നീട്ടി. ദേ രാജീവേട്ടനാ, ഏട്ടനോട് എന്തോ പറയണമെന്ന്. ഹലോ, ആ രാജീവേട്ടാ? ആണോ? അയ്യോ, ഇപ്പോൾ പറഞ്ഞാൽ കിട്ടുമോന്ന് അറിയില്ല. ഞാൻ അച്ഛനോട് ചോദിക്കട്ടെ? ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാം. ഓക്കെ, ഗുഡ് നൈറ്റ്. അവൻ ഫോൺ തിരികെ ലക്ഷ്മിയുടെ കയ്യിലേക്ക് കൊടുത്തു. തൻ്റെ വീട്ടിൽ പോകേണ്ട എന്ന് പറഞ്ഞപ്പോൾ മുതൽ അവൾ മുഖം വീർപ്പിച്ച് നിൽക്കുകയാണ്. കൂടുതൽ മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്ന് അവൻ തീരുമാനിച്ചിരുന്നു. തന്നോട് സ്നേഹമുണ്ടെങ്കിൽ, തൻ്റെ വാക്കിന് വില നൽകുന്നവളാണെങ്കിൽ അവൾ പോകില്ല എന്ന് അവൻ ഓർത്തു. ഏതൊക്കെയോ ഫേസ് വാഷും ക്രീമും ഒക്കെ എടുത്ത് അവൾ വാഷ്റൂമിലേക്ക് പോയി.
വലത് കൈ വയ്യാത്തതുകൊണ്ട് കുറച്ച് സാവധാനമാണ് അവൾ മുഖം കഴുകിയത്. എന്നും എന്തൊക്കെയോ കുന്ത്രാണ്ടമൊക്കെ ഇട്ട് മുഖം കഴുകുന്നത് കാണാം. എന്തായാലും ആള് സുന്ദരിയാണ്, 100% അതറിയാം അവന്. പെട്ടെന്നാണ് രാജീവൻ പറഞ്ഞ കാര്യം അവൻ ഓർത്തത്. അച്ഛാ, നാളെ കുറച്ച് മധുരക്കള്ള് കിട്ടുമോ? രാജീവേട്ടൻ വരും. പുള്ളി ഇപ്പോൾ വിളിച്ചു ചോദിച്ചതാ. നോക്കട്ടെ മോനെ, ഉണ്ടെങ്കിൽ എടുത്തു വെക്കാം. ലക്ഷ്മി വാഷ്റൂമിൽ നിന്ന് പുറത്തു വന്നപ്പോൾ വൈശാഖിനെ അവിടെയെങ്ങും കണ്ടില്ല. അവൾ കട്ടിലിന്റെ ഓരത്ത് കിടന്നു. താൻ എന്തു പറഞ്ഞാലും ഒന്നും അംഗീകരിക്കാത്ത ആളാണ് വൈശാഖേട്ടൻ. എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ കളിയാക്കുകയായിരുന്നു ഇന്ന്. കാർ ഓടിക്കാൻ അറിയില്ലെന്ന് നുണ പറഞ്ഞതാണ്. താൻ വീട്ടിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അതും സമ്മതിച്ചില്ല. വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ മുറിയിൽ വന്നു എന്ന് അവൾക്ക് മനസ്സിലായി. പെട്ടെന്നവൾ കണ്ണുകൾ അടച്ചു കിടന്നു. അശോകൻ കാലത്തെ തന്നെ അടുത്തുള്ള ബേക്കറിയിലേക്ക് പോയിരിക്കുകയാണ്. അച്ചപ്പം, നെയ്യപ്പം, ഹൽവ, ജിലേബി, ലഡു, കേക്ക് അങ്ങനെ ഒരുപാട് ഐറ്റംസാണ് അയാൾ മേടിച്ചുകൊണ്ട് വന്നത്. ശാരദയും മരുമകളും കൂടി നേരത്തെ എത്തിച്ചേർന്നിരുന്നു. ശ്യാമള അവർക്ക് കോഫി കൊടുക്കുകയാണ്. അപ്പോഴാണ് അശോകൻ വന്നത്. ഇതെന്തിനാണ് അശോക ഇത്രയും സാധനങ്ങൾ? സാധാരണ വയറുകാണൽ ചടങ്ങിലാണ് ഇതുപോലെ എല്ലാം കൊണ്ടുപോകുന്നത്. നമ്മളായിട്ട് ഒന്നിനും ഒരു കുറവ് വരുത്തേണ്ട. അയാൾ ഭാര്യ കൊണ്ടുവന്ന കാപ്പി മേടിച്ചു ഡൈനിങ് ടേബിളിൽ വെച്ചു. വൈശാഖന് സ്വന്തമായിട്ട് ജോലി ഒന്നും ആയില്ലേ അമ്മായി? ശാരദയുടെ മരുമകൾ വൃന്ദ മുൻകൂട്ടി തയ്യാറാക്കിയ പോലെ ശ്യാമളയെ നോക്കി. വൈശാഖന് ജോലിക്ക് പോയി കുടുംബം നോക്കേണ്ട കാര്യമൊന്നുമില്ല മോളെ. അവർക്ക് ധാരാളം കുടുംബസ്വത്തൊക്കെ ഉള്ളതാണ്. അശോകനാണ് മറുപടി പറഞ്ഞത്. അതിപ്പോ രാജീവനും പോകേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ഇതിലും കുടുംബസ്വത്ത് ഉള്ളവരാണ്. ശാരദ വിട്ടുകൊടുക്കുന്ന ഭാവത്തിൽ അല്ലായിരുന്നു. അവരെ എങ്ങനെയെങ്കിലും ജീവിച്ചോളും. നിങ്ങളിനി ഇതിന്റെ പേരിൽ ഒന്നും വഴക്ക് കൂടേണ്ട. അതും പറഞ്ഞുകൊണ്ട് ശ്യാമള കയറിപ്പോയി. നിങ്ങളിരിക്ക്, ഞാനിപ്പോൾ ഡ്രസ്സ് മാറി വരാം. അശോകനും പിറകെ പോയി. എന്റെ അശോകേട്ടാ, ഇവർക്കിത് എന്തിന്റെ കേടാണ്? മോൾക്ക് എന്തൊക്കെ സാധനങ്ങളാണ് കൊടുക്കുന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ മുഖം മാറി. അതൊക്കെ പോട്ടടി, നീ അതൊന്നും കാര്യമാക്കേണ്ട. അവരെ അവരുടെ വഴിക്ക് വിട്ടേക്ക്. കാർ പോർച്ചിൽ ഒരു വണ്ടി വന്നു നിന്ന് നോക്കിയപ്പോൾ ദീപയും രാജീവനും അവന്റെ അമ്മയും ഒക്കെയായിരുന്നു വണ്ടിയിൽ. ശ്യാമള വേഗം തന്നെ അവരെ സ്വീകരിക്കുവാനായി അവിടേക്ക് ചെന്നു. പിറകെ ഓരോരുത്തരായി വന്നുകൊണ്ടേയിരുന്നു. ആളുകൾ വരാറായി. എല്ലാം കാലമായില്ലേ സുമിത്രേ? ശേഖരൻ ഇടയ്ക്ക് അടുക്കളയിലേക്ക് വന്നു. അച്ഛന്റെ ഒരു പരവേശം കണ്ടാൽ തോന്നും ഇവിടെ ഒന്നും റെഡിയായില്ലെന്ന്. അച്ഛൻ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വീണ അയാളുടെ കൈക്ക് പിടിച്ചു. തോരൻ, മെഴുക്കുവരട്ടി, വെള്ളരിക്ക പച്ചടി, ഉള്ളിത്തീയൽ, അവിയൽ, പുളിശ്ശേരി, മാങ്ങ അച്ചാർ, ബീഫ് ഫ്രൈ, ചിക്കൻ വരട്ടിയത്, മീൻകറി, പാവയ്ക്ക കൊണ്ടാട്ടം, പപ്പടം, ചള്ളാസ്, ഇത്രയും ഐറ്റംസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി എന്താണ് അച്ഛൻ ഇങ്ങനെ ടെൻഷനടിച്ച് നടക്കുന്നത്? ലക്ഷ്മി നീലക്കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുകയാണ്. വൈശാഖൻ നോക്കിയപ്പോൾ സീമന്തരേഖയിൽ അവൾ സിന്ദൂരം ചാർത്തുകയാണ്. ലക്ഷ്മി, അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. കയ്യിലെ മുറിവ് എങ്ങനെയുണ്ട്? ഓ, എന്റെ സുഖവിവരങ്ങളൊക്കെ ചോദിച്ചറിയേണ്ട കാര്യമുണ്ടോ താങ്കൾക്ക്? മിടുക്കിയായ 3 പെങ്ങന്മാരുണ്ട്. മൂത്ത പെങ്ങളാണെങ്കിൽ പ്രഗ്നന്റാണ്. സ്നേഹനിധികളായ അച്ഛനും അമ്മയുമുണ്ട്. അവരുടെയൊക്കെ കാര്യങ്ങളും വിവരങ്ങളുമൊക്കെ അന്വേഷിച്ചറിയേണ്ട അതിനിടയ്ക്ക് എന്റെ കാര്യത്തിൽ എവിടെയാണ് താങ്കൾക്ക് സമയം? അതുകൊണ്ട് നിന്റെ അച്ഛനാണല്ലോ നിന്നെ വന്ന് ക്ലിനിക്കിൽ കൊണ്ടുപോയത്. അതും പറഞ്ഞുകൊണ്ട് അവൻ മുറിക്ക് പുറത്തേക്കിറങ്ങി. 11:30 കഴിഞ്ഞപ്പോഴാണ് അവർ എല്ലാവരും എത്തിയത്. 3 ഡോറിന്റെ തേക്കിൽ തീർത്ത ഒരു അലമാരയും ഒരു AC-യും ഒരു പുതിയ ലാപ്ടോപ്പും കുറേയേറെ പലഹാരങ്ങളും ഒക്കെ ആയിട്ടാണ് അവരുടെ വരവ്. വൈശാഖന്റെ വീട്ടുകാർ പകച്ചു നിൽക്കുകയാണ് ഇതെല്ലാം കണ്ടിട്ട്. ഇത്രയൊന്നും അവർ ആരും പ്രതീക്ഷിച്ചില്ല. ലക്ഷ്മിയാണെങ്കിൽ ഒരു മുഴം പൊങ്ങിയാണ് നിൽക്കുന്നത് എന്ന് വൈശാഖന് തോന്നി. ശേഖരനും വൈശാഖനും കൂടി എല്ലാവരെയും അകത്തേക്ക് സ്വീകരിച്ചിരുത്തി. അയ്യോ, ഇതെന്തു പറ്റിയതാണ് എൻ്റെ മോളെ നിന്റെ കൈക്ക്? ശാരദ ഓടി വന്ന് ലക്ഷ്മിയുടെ കൈക്ക് പിടിച്ചു. നാളികേരം പൊതിച്ചതാണോ എന്ന് പറഞ്ഞപ്പോൾ അവൾ മൂക്കത്ത് വിരൽ വെച്ചു. ദൈവമേ, ഒരു സ്പൂണ് പോലും കൈകൊണ്ട് എടുക്കാതിരുന്ന പെൺകൊച്ചാണ്. ഇതെന്താ മോളെ, ഇവിടെ ആരും ഇല്ലേ ഇതൊന്നും ചെയ്യാൻ? ഇവിടെ ഇതൊക്കെ ചെയ്യാൻ ഒരാളുടെ കുറവുണ്ട്. ശാരദ അപ്പച്ചി ഒരു കൈ നോക്കുന്നോ? രാജീവൻ അത് പറഞ്ഞപ്പോൾ ശാരദ ചൂളിപ്പോയി. അത് കേട്ടപ്പോൾ ആദ്യമായി ദീപയ്ക്ക് രാജീവിനോട് ഇഷ്ടം തോന്നി. രാജീവനാണെങ്കിൽ വന്നതേ തന്നെ വൈശാഖന്റെ അടുത്ത് ചെന്ന് സാധനം കൈക്കലാക്കി വെച്ചിരുന്നു. രണ്ടാളും തമ്മിൽ കുശുകുശുക്കുന്നുണ്ടല്ലോ ചേച്ചി? ഇടയ്ക്ക് ലക്ഷ്മി ദീപയോട് ചോദിച്ചു. ദീപ പറഞ്ഞപ്പോഴാണ് രാജീവൻ വന്നതിന്റെ ഉദ്ദേശം ലക്ഷ്മി അറിഞ്ഞത്. മോളെ, വൈശാഖനോട് ഇതൊരു പതിവാക്കേണ്ട എന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഇല്ലെങ്കിൽ രാജീവേട്ടൻ സ്വൈര്യം കൊടുക്കില്ല. ശ്യാമളയും ദീപയുടെ അമ്മായിയമ്മയും കൂടെ ശേഖരന്റെ പച്ചക്കറിത്തോട്ടമൊക്കെ നടന്നു കാണുകയാണ്. അവർക്ക് ആ വീടും പ്രദേശവും ഒക്കെ നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് ശ്യാമളയ്ക്ക് മനസ്സിലായി. അമ്മേ, വാ ഫുഡ് കഴിക്കാം.
ലക്ഷ്മി അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. വന്നവർക്കെല്ലാം സുമിത്രയുടെ കറികളൊക്കെ ഇഷ്ടപ്പെട്ടു. എല്ലാവരും ആസ്വദിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. വൈശാഖൻ്റെ കണ്ണുകൾ ഇടയ്ക്കെല്ലാം ലക്ഷ്മിയിലേക്ക് പോകുന്നുണ്ട്. അവൾ വീട്ടിലേക്ക് പോകുമോ എന്നാണ് അവൻ്റെ സംശയം. ഊണൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരു അരമണിക്കൂർ കൂടി ഇരുന്നതിന് ശേഷം പതിയെ പോകാനായി എഴുന്നേറ്റു. മോളെ ലക്ഷ്മി, നീ വരുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ? നാളെ അവിടെ നിന്ന് കോളേജിൽ പോകാം. 2 ദിവസം കഴിഞ്ഞ് വരികയും ചെയ്യാം. ശ്യാമള മകളോട് ചോദിക്കുന്നത് വൈശാഖൻ പുറത്തുനിന്ന് കേട്ടു. ഓണത്തിന് ഇനി കുറച്ച് ദിവസമല്ലേ ഉള്ളൂ അമ്മേ. ഞാനും ഏട്ടനും കൂടി അന്നേരം വരാം. നാളെ ഞാൻ ഇവിടുന്നങ്ങ് കോളേജിൽ പൊയ്ക്കോളാം. അത് പറയുമ്പോൾ അവളുടെ സ്വരം ഇടറിയോ എന്ന് ശ്യാമള ഓർത്തു. വൈശാഖൻ അവളെ നോക്കിയെങ്കിലും എല്ലാവരും കൂടി നിന്നിരുന്നതിനാൽ അവന് അവളെ കാണാൻ കഴിയില്ലായിരുന്നു. കുറച്ചു കഴിഞ്ഞതും അവർ എല്ലാവരും യാത്ര പറഞ്ഞു പോയി. ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. ആരും കാണാതെ അവൾ വേഗം തൻ്റെ കണ്ണുനീർ കൈകൊണ്ട് തുടച്ചു. ലക്ഷ്മിയുടെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പലഹാരങ്ങളെല്ലാം സുമിത്ര എല്ലാവർക്കും വീതം വെച്ചു കൊടുത്തു. അയൽപക്കത്തുള്ള 8-10 വീട്ടുകാർക്കു കൂടി സുമിത്ര അതെല്ലാം ഉണ്ണിമോളുടെയും വീണയുടെയും കയ്യിൽ കൊടുത്തുവിട്ടു. അടുക്കള കാണൽ ചടങ്ങിന് മേലിടത്ത് വീട്ടിലെത്തിയവരെല്ലാം പോയപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ഓരോ കെട്ട് പലഹാരപ്പൊതി ഉണ്ടായിരുന്നു. ലക്ഷ്മി അടുക്കളയിൽ നിന്നുകൊണ്ട് എന്തൊക്കെയോ ചെയ്യുകയാണ്. വീണയും ഉണ്ണിമോളും അയൽപക്കത്തെ വീടുകളിൽ പലഹാരവുമായിട്ട് പോയിരിക്കുകയാണ്. സുമിത്രയും വിജിയും കൂടി മുറ്റത്തിരിക്കുകയാണ്. വൈശാഖൻ പതിയെ അടുക്കളയിലേക്ക് വന്നു. ലക്ഷ്മിയാണെങ്കിൽ പിന്തിരിഞ്ഞു നിൽക്കുകയാണ്. ഗുഡ് ഗേൾ, അവൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. അലമാരയാണെങ്കിൽ എല്ലാവരും കൂടി എടുത്തുകൊണ്ടുവന്ന് മുറിയിൽ കയറ്റി വെച്ചിരുന്നു. രാത്രി കിടക്കാൻ നേരമാണ് ലക്ഷ്മി അതെല്ലാം നേരെ ചൊവ്വേ കാണുന്നത്. അവൾക്ക് അത് നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. ഹായ് ലക്ഷ്മിക്കുട്ടി. വൈശാഖൻ വലിയ സന്തോഷത്തിലാണ്. കാരണം അവൾ പോയില്ലല്ലോ, താൻ പറഞ്ഞത് അനുസരിച്ചല്ലോ. അതായിരുന്നു അവൻ്റെ സന്തോഷത്തിന് കാരണം. ജയിച്ചു എന്ന് കരുതേണ്ട, തോൽക്കാൻ പോകുന്നതേയുള്ളൂ, ലക്ഷ്മി അവനെ നോക്കി പറഞ്ഞു. എന്തോ, നിന്റെ കുട്ടി വല്ലതും പറഞ്ഞായിരുന്നോ? ഒന്നും പറഞ്ഞില്ല അങ്ങോട്ട്. അവൾ ബുക്സൊക്കെ എടുത്ത് വായിച്ചു നോക്കുകയാണ്. വൈശാഖൻ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. എന്തായാലും ലക്ഷ്മിക്ക് തൻ്റെ വീട്ടിൽ പോകാത്തതിൻ്റെ നല്ല വിഷമമുണ്ട്. തൻ്റെ വാക്ക് ധിക്കരിക്കാതിരിക്കാനാണ് അവൾ പോകാത്തത് എന്ന് അവന് തോന്നി. അവളെ വിഷമിപ്പിക്കാൻ പാടില്ല എന്നവൻ തീരുമാനിച്ചു. തനിക്ക് ഒരു നിമിഷം പോലും തൻ്റെ ലക്ഷ്മിയെ കാണാണ്ടിരിക്കാൻ കഴിയില്ല. എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവളെ താൻ അധിക്ഷേപിക്കുമ്പോൾ തൻ്റെ മനസ്സ് ഒരുപാട് നീറുന്നുണ്ട്. എന്നാലും അവളെ പിരിഞ്ഞ് ഒരു നിമിഷം പോലും വയ്യ. അതുകൊണ്ട് മാത്രമല്ലേ താൻ അവളെ അവളുടെ അച്ഛനോടും അമ്മയോടും ഒപ്പം അയക്കാതിരുന്നത്. വീട്ടിലെ ഇളയ കുട്ടികൾക്ക് എല്ലാം ഇത്തിരി കുറുമ്പ് കൂടുതലാണ്. അത്രേയുള്ളൂ ഇവൾക്കും. എല്ലാം താൻ മാറ്റിയെടുക്കും. വന്ന് കിടക്കടി. അവളുടെ ഇരിപ്പ് കണ്ടില്ലേ? വൈശാഖൻ പുതപ്പെടുത്തു തൻ്റെ ദേഹത്തേക്ക് വലിച്ചിട്ടു. കുറച്ച് സമയം കൂടി അവൻ നോക്കിയിട്ടും അവൾ എഴുന്നേറ്റ് വന്നില്ല. അവൾ പഠിക്കുകയാണെന്ന് മനസ്സിലായതും അവൻ പിന്നെ അവളെ വിളിച്ചില്ല. കുറേ സമയം ഇരുന്ന് വായിച്ചു പഠിച്ചിട്ട് അവൾ വന്ന് വൈശാഖൻ്റെ അടുത്ത് വന്ന് കിടന്നു. അവൻ അപ്പോഴേക്കും ഉറങ്ങിയിരുന്നു. മൊബൈൽ ഫോണിൽ നോക്കി കിടന്നതുകൊണ്ട് അത് അവൻ്റെ നെഞ്ചത്തിരിപ്പുണ്ട്. ലക്ഷ്മി മെല്ലെ അതെടുത്ത് മേശമേൽ വെച്ചു. പതിയെ അവളും കണ്ണുകളടച്ചു.